വെൽക്കം ഫോക്സ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ സെഷൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ റേഷ്യോസ് പാർട്ട് 2 ആണ്. ഫണ്ടമെൻ്റൽ അനാലിസിസ് സീരീസിൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന എപ്പിസോഡ് 9th വീഡിയോ കൂടിയായിരിക്കും ഇത്. അങ്ങനെ നമ്മൾ ഇൻട്രൊഡക്ഷന് മുന്നോടിയായിട്ട് തൊട്ടു മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങൾ നമ്മളിത് പൊടി തട്ടിയെടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫൈനാൻഷ്യൽ റേഷ്യോ അനാലിസിസ് ആണ്. എന്താണ് ഫൈനാൻഷ്യൽ റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് അസസിങ് എ കമ്പനീസ് ഫൈനാൻഷ്യൽ ഹെൽത്ത് ബൈ കമ്പയറിംഗ് കീ ഫിഗേഴ്സ് ഫ്രം ഇറ്റ്സ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ടു മെഷർ ദ പെർഫോമൻസ് ആൻഡ് സ്റ്റെബിലിറ്റി. അതായത് നമ്മളൊരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഹെൽത്ത് നമ്മൾ അസസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ്, നമ്മളൊരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഹെൽത്ത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. എന്ത് യൂസ് ചെയ്തുകൊണ്ട്? ആ കമ്പനിയുടെ തന്നെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലെ ചില കീ ഫിഗേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ആ കമ്പനിയുടെ പെർഫോമൻസും സ്റ്റെബിലിറ്റിയും നമ്മൾ മെഷർ ചെയ്യുന്നു. അങ്ങനെ ഓവറോൾ കമ്പനിയുടെ ഒരു ഫൈനാൻഷ്യൽ ഹെൽത്ത് നമ്മൾ അസസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫൈനാൻഷ്യൽ റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു കാര്യം കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് പറയുകയാണെങ്കിൽ വിരാട് കോഹ്ലിനെ നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. ഓക്കെ, വിരാട് കോഹ്ലി എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ക്രിക്കറ്റ് പ്ലെയർ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങേര് വൺ ഓഫ് ദ ബെസ്റ്റ് ക്രിക്കറ്റ് പ്ലെയർ ആണെന്ന് പറയാൻ ഇങ്ങേര് കളിച്ച എല്ലാ കളിയും ഇരുന്ന് കാണേണ്ടതായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇയാൾ ഒരു ഗുഡ് ക്രിക്കറ്റ് പ്ലെയർ അല്ലെങ്കിൽ ഒരു ഗുഡ് ബാറ്റ്സ്മാൻ ആണെന്ന് പറയാൻ ഇങ്ങനെ കളിച്ച എല്ലാ കളിയും ഇരുന്ന് കാണേണ്ടതായിട്ടുണ്ടോ? ഇല്ല. പകരം നമ്മൾ എന്താണ്, വി ലുക്ക് അറ്റ് ഹിസ് സ്റ്റാറ്റിസ്റ്റിക്സ്. നമ്മൾ അങ്ങേരുടെ ആ ഒരു സ്റ്റാറ്റ് നമ്മൾ നോക്കും. അതായത് ഇങ്ങനെ ബാറ്റ് ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് അവിടെ ഒരു സ്റ്റാറ്റ് ബാർ വരും. അതിലെന്തൊക്കെയായിരിക്കും ഉണ്ടാവുക? ടോട്ടൽ റൺ സ്കോർ ഉണ്ടായിരിക്കും, ബാറ്റിംഗ് ആവറേജ് ഉണ്ടാവും, സ്ട്രൈക്ക് റേറ്റ് ഉണ്ടാവും, അതുപോലെ നമ്പർ ഓഫ് സെഞ്ചുറീസ് ആൻഡ് ഹാഫ് സെഞ്ചുറീസ് ടേക്കൺ. ഇതിൻ്റെ എല്ലാം ഒരു എക്സാക്ട് ഡീറ്റെയിൽസ് അതിലുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാറ്റ് ബാർ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇങ്ങരുടെ പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ട്, എത്രത്തോളം ബെസ്റ്റ് പ്ലെയർ ആണ് അല്ലെങ്കിൽ വേസ്റ്റ് പ്ലെയർ ആണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഈ ഒരു സ്റ്റാറ്റ് നോക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കമ്പനീസിൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, നമ്മളിവിടെ കമ്പനീസിൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഫൈനാൻഷ്യൽ റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഹെൽത്ത് നമ്മൾ അസസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. എന്ത് യൂസ് ചെയ്തുകൊണ്ട്? ആ കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലെ ചില കീ ഫിഗേഴ്സ് വെച്ചുകൊണ്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യലാണ് ഫൈനാൻഷ്യൽ റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ നോക്കിയാൽ ഫൈനാൻഷ്യൽ റേഷ്യോ അനാലിസിസ് നമുക്ക് 4 രീതിയിലുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. അതാണ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂഷൻ റേഷ്യോ. തേർഡ് വൺ എന്ന് പറയുന്നത് ലിവറേജ് ആൻഡ് സോൾവൻസി റേഷ്യോ. അതുപോലെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ലിക്വിഡിറ്റി റേഷ്യോ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോനെ നമ്മൾ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു. കാണാത്തവരാണെങ്കിൽ തൊട്ട് മുകളിലായിട്ട് എന്താണ് ഐക്കാർഡ് വരും, അതിൽ പോയിട്ടിരുന്ന് കാണുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാർക്കറ്റ് വാല്യുവേഷൻ റേഷ്യോസ് ആണ്. ഓക്കെ, നമ്മൾ മാർക്കറ്റ് വാല്യുവേഷൻ റേഷ്യോസ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാല്യുവേഷൻ റേഷ്യോസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നുകൂടി ഞാൻ പറയുകയാണ്, നമ്മളുടെ ഇന്നത്തെ സെഷൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ റേഷ്യോസ് പാർട്ട് 2 മാർക്കറ്റ് വാല്യുവേഷൻ റേഷ്യോസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു T4T. അങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് മാർക്കറ്റ് വാല്യുവേഷൻ റേഷ്യോ എന്ന ഷോർട്ട് ഡെഫിനിഷനിലൂടെയാണ് നമ്മളുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡെഫിനിഷൻ പറയുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കെയർഫുൾ ആയിട്ട് കേട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് മാർക്കറ്റ് വാല്യുവേഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ, മാർക്കറ്റ് വാല്യുവേഷൻ റേഷ്യോ ആർ ദ ഫൈനാൻഷ്യൽ റേഷ്യോസ് ദാറ്റ് ഷോ ഹൗ ദ മാർക്കറ്റ് വാല്യൂ എ കമ്പനി കമ്പയർ to its earnings, sales, assets or dividend. They help investors to decide whether a company's stock is overvalued or undervalued in the market. അതായത് മാർക്കറ്റ് വാല്യുവേഷൻ റേഷ്യോ എന്ന് പറയുന്നത് ഒരു കമ്പനിയെ മാർക്കറ്റ് എങ്ങനെ വാല്യൂ ചെയ്യുന്നു എന്ന് കാണിക്കുന്ന റേഷ്യോ ആണ്. ഇതിലൂടെ നമ്മൾ മാർക്കറ്റിലെ ആ ഒരു കമ്പനിയുടെ ഏർണിങ്സ്, സെയിൽസ്, അസറ്റ്സ്, ഡിവിഡൻഡ്, ഈ പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ആയിട്ട് കമ്പയർ ചെയ്ത് എത്ര വാല്യൂ കൊടുക്കുന്നു എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതായത് സിമ്പിളായിട്ട് പറയുന്നു, ഒരു കമ്പനിയുടെ ടോട്ടൽ ഏർണിങ്സ്, അതുപോലെ ടോട്ടൽ സെയിൽസ്, അതുപോലെ ടോട്ടൽ അസറ്റ്സ്, അതുപോലെ ടോട്ടൽ ഡിവിഡൻസ്, ഈ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ എന്ത് ചെയ്യുന്നു, ആ കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ ആ കമ്പനിയുടെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ആയിട്ട് കമ്പയർ ചെയ്ത് കിട്ടുന്ന ഫിഗർ ആണല്ലോ. അതിനെയാണ് ആക്ച്വലി നമ്മൾ വാല്യുവേഷൻ റേഷ്യോ എന്ന് പറയുന്നത്. സിമ്പിളാണ്. ഒന്നും കൂടി പറയുകയാണ്,
മാർക്കറ്റ് വാല്യൂഷൻ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ഒരു കമ്പനിയുടെ ഏർണിങ്സ്, ടോട്ടൽ ഏർണിങ്സ്, അതുപോലെ ടോട്ടൽ അസറ്റ്സ്, അതുപോലെ തന്നെ ടോട്ടൽ സെയിൽസ്, ടോട്ടൽ ഡിവിഡൻസ്, ഈ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ ആ കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസ് ആയിട്ടൊന്ന് കമ്പയർ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ കിട്ടുന്ന ഫിഗറിനെയാണ് നമ്മൾ മാർക്കറ്റ് വാല്യൂഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഒരു ഇൻവെസ്റ്ററിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും? ആ കമ്പനി ഓവർ വാല്യൂഡ് ആണോ അണ്ടർ വാല്യൂഡ് ആണോ, അതായത് ഇവിടെ മാർക്കറ്റിൽ ആ കമ്പനി, അതായത് ആ സ്റ്റോക്ക് ഓവർ വാല്യൂഡ് ആണോ അണ്ടർ വാല്യൂഡ് ആണോ എന്ന് വ്യക്തമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് 4 ഇമ്പോർട്ടൻറ്റ് മാർക്കറ്റ് വാല്യൂഷൻ റേഷ്യോസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, 1, 2, 3, 4 4 ഇമ്പോർട്ടൻ്റ് അല്ലേ? അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് PE റേഷ്യോ അല്ലെങ്കിൽ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ. സെക്കൻഡ് എന്ന് പറയുന്നത് PB റേഷ്യോ അല്ലെങ്കിൽ പ്രൈസ് ടു ബുക്ക് വാല്യൂ റേഷ്യോ. അതുപോലെ PS റേഷ്യോ അല്ലെങ്കിൽ പ്രൈസ് ടു സെയിൽസ് റേഷ്യോ. നാലാമത്തേതെന്ന് പറയുന്നത് ഡിവിഡൻഡ് ഈൽഡ് ആണ്. ഓക്കെ, ഡിവിഡൻഡ് ഈൽഡ്. അപ്പോൾ നമുക്ക് 4 ഇമ്പോർട്ടൻറ്റ് വാല്യൂഷൻ റേഷ്യോസ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ, സെക്കൻഡ് എന്ന് പറയുന്നത് ബുക്ക് വാല്യൂ റേഷ്യോ, തേർഡ് വൺ എന്ന് പറയുന്നത് പ്രൈസ് ടു സെയിൽസ് റേഷ്യോ ആണ്, ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഡിവിഡൻഡ് ഈൽഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞല്ലോ ആ ഡെഫിനിഷനിൽ എന്തായിരുന്നു പറഞ്ഞത്? കമ്പനിയുടെ ടോട്ടൽ ഏർണിങ്സിനെ കമ്പയർ ചെയ്യുന്നു. എന്തായിട്ട്? കറണ്ട് മാർക്കറ്റ് പ്രൈസ്, അതാണ് പി റേഷ്യോ. നെക്സ്റ്റ് പറഞ്ഞെന്താണ്? കമ്പനിയുടെ ടോട്ടൽ അസറ്റ്സ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു, അതാണ് പ്രൈസ് ടു ബുക്ക് വാല്യൂ റേഷ്യോ. കമ്പനിയുടെ ടോട്ടൽ സെയിൽസ് ആയിട്ട് കമ്പയർ ചെയ്യുന്നു, അതാണ് പ്രൈസ് ടു സെയിൽസ് റേഷ്യോ. കമ്പനിയുടെ ടോട്ടൽ ഡിവിഡൻ്റ് ആയിട്ട് കറണ്ട് മാർക്കറ്റ് പ്രൈസിനെ കമ്പയർ ചെയ്യുന്നു, അതാണ് ഡിവിഡൻഡ് ഈൽഡ്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ആ ഡെഫിനിഷൻ മനസ്സിലായല്ലോ. അപ്പം മാർക്കറ്റ് വാല്യൂഷൻ റേഷ്യോ എന്ന് പറയുന്നത് കമ്പനിയുടെ ഏർണിങ്സ്, അതുപോലെ അസറ്റ്സ്, അതുപോലെ തന്നെ കമ്പനിയുടെ സെയിൽസ്, അതുപോലെ കമ്പനിയുടെ ഡിവിഡൻഡ്, ഇതിനെല്ലാം ആ കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ ആ കമ്പനിയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആയിട്ട് കമ്പയർ ചെയ്ത് എന്ത് വാല്യൂ വരുന്നു, അതാണ് വാല്യൂഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ 4 ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കാം. നമ്മളെന്താണ് സ്ക്രീനറിൽ പോയിട്ട് വ്യക്തമായിട്ട് ഓരോ കമ്പനിയുടെ ഓരോ വാല്യൂഷൻ റേഷ്യോസ് എത്ര വരുന്നുണ്ട് എന്നിട്ട് കമ്പയർ ചെയ്ത് ഈ കമ്പനി അണ്ടർ വാല്യൂഡ് ആണോ ഓവർ വാല്യൂഡ് ആണോ എന്നെല്ലാം വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാം. അങ്ങനെ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് നമ്മളുടെ മാർക്കറ്റ് വാല്യൂഷൻ റേഷ്യോയിലെ ഫസ്റ്റ് റേഷ്യോ ആയിട്ടുള്ള PE റേഷ്യോ ആണ്, അല്ലെങ്കിൽ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ ആണ്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഷ്യോ ആണ്. പല ആളുകളും പറയുന്നതായിട്ട് ഇത് കേട്ടിട്ടുണ്ടാവും. ഈ കമ്പനിയുടെ PE ഇത്രയാണ്, മറ്റേ കമ്പനിയുടെ PE ഇത്രയാണ്. അപ്പോൾ PE റേഷ്യോ എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് PE റേഷ്യോ എന്ന് നമ്മളൊന്ന് നോക്കിയാൽ, PE റേഷ്യോ ഷോ how much investors are willing to pay for each unit of company's earnings. It helps to find whether a stock is overvalued or undervalued. അതായത് സിമ്പിളായിട്ട് കേട്ടോ, ഒരു കമ്പനിക്ക് ₹1 ഏർണിങ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട്, ശ്രദ്ധിച്ച് കേട്ടോ, ഒരു കമ്പനിക്ക് ₹1 ഏർണിങ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് ആ കമ്പനിയുടെ ഇൻവെസ്റ്റേഴ്സ് എത്ര രൂപ മുടക്കാൻ തയ്യാറാണ് എന്ന് കാണിക്കുന്നതാണ് ആക്ച്വലി എന്ത്? പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ. ഗോട്ട് ഇറ്റ്? അപ്പം മനസ്സിലാക്കേണ്ടത് PE റേഷ്യോ എന്ന് പറയുന്നത് കമ്പനിയുടെ EPSനെ കമ്പനിയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആയിട്ട് കമ്പയർ ചെയ്യലാണ്. ഇതിലൂടെ മനസ്സിലാവും കമ്പനി ഓവർ വാല്യൂഡ് ആണോ അണ്ടർ വാല്യൂഡ് ആണോ, എങ്ങനെ? ആ സെയിം സെക്ടറിലുള്ള കമ്പനീസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ തൊട്ട് താഴെ നമ്മൾ കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യും, അതിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ PE റേഷ്യോയുടെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? PE റേഷ്യോയുടെ ഫോർമുല എന്ന് പറയുന്നത് കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ EPS. അതായത് കറൻറ്റ് പ്രൈസ്, ആ സ്റ്റോക്കിൻ്റെ കറൻറ്റ് പ്രൈസും ആ സ്റ്റോക്കിൻ്റെ EPSുമായിട്ടുള്ള കാൽക്കുലേഷനിലൂടെ നമുക്ക് കിട്ടും ഈ കമ്പനിയുടെ PE റേഷ്യോ എത്രയാണെന്ന്. ഓക്കെ, അപ്പോൾ EPS എന്ന് പറയുന്നത് എന്താണ്? EPS ഞാൻ എൻ്റെ തൊട്ട് മുന്നേ ഉള്ള എല്ലാ ഫണ്ടമെൻ്റൽ അനാലിസിസ് വീഡിയോയിലും EPSനെ കുറിച്ച് പറയാറുണ്ട്. EPS എന്ന് പറയുന്നത് നമുക്കൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുമല്ലോ, അതിൻ്റെ ബോട്ടമിലായിട്ട്, അതായത് ഏറ്റവും താഴെയായിട്ട് എന്താണ്? സെയിൽസ്, അതിൽ നിന്ന് എക്സ്പെൻസ്, അതിൽ നിന്ന് ടാക്സ്, അതിൽ നിന്ന് എല്ലാം കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താണ്? EPS കിട്ടും. EPS അല്ല, നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ഈ നെറ്റ് പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് EPS കിട്ടും. ഈ EPS ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഓരോ ഷെയർസും എത്ര രൂപ ഏൺ ചെയ്തു എന്ന് കാണിക്കുന്നതാണ് EPS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളുടെ PE റേഷ്യോൻ്റെ ഫോർമുലയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ PE റേഷ്യോ എന്ന് പറയുന്നത് ഈ P ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പ്രൈസാണ്. ആ സ്റ്റോക്കിൻ്റെ കറൻറ്റ് പ്രൈസിനെയാണ് P ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. E എന്ന് പറയുന്നത് EPS ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു കമ്പനിയുടെ ഷെയർ പ്രൈസ് എന്ന് പറയുന്നത് 200 രൂപയാണ്, അതിൻ്റെ EPS എന്ന് പറയുന്നത് 20 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ PE എത്രയായിരിക്കും? 10 ആയിരിക്കും. അതായത് 200 ഡിവൈഡഡ് ബൈ 20, 10. ഇനി ഈ 10 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? 10 ഇൻഡിക്കേറ്റ്, അതായത് PE of 10 മീൻസ് ഇൻവെസ്റ്റേഴ്സ് ആർ പേയിങ് 10 rupee for every
1 rupee ഓഫ് ഏണിങ്സ്. അതായത് ഈ കമ്പനിയിൽ 1 രൂപ ജനറേറ്റ് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റേഴ്സ് എത്ര രൂപ പേ ചെയ്യാൻ റെഡിയാണ്, അല്ലെങ്കിൽ പേ ചെയ്യുന്നുണ്ട് 10 രൂപ. ഓക്കെ, 1 രൂപ കിട്ടാനായിട്ട് 10 രൂപ കൊടുക്കുന്നു. ഓക്കെ, 1 രൂപ ഏൺ ചെയ്യാനായിട്ട് 10 രൂപ കൊടുക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം പി ഇ റേഷ്യോ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ഇതിനെ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നോക്കിയാൽ ഇവിടെ നമ്മളൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിളിൽ എ ബി സി ലിമിറ്റഡ് എന്നും XYZ ലിമിറ്റഡ് എന്നും കൊടുത്തിട്ടുണ്ട്. എ ബി സി ലിമിറ്റഡിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 200 ആണ്, EPS എന്ന് പറയുന്നത് 20 ആണ്, പി റേഷ്യോ എന്ന് പറയുന്നത് 10 ആണ്. XYZ ലിമിറ്റഡിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100 ആണ്, EPS എന്ന് പറയുന്നത് 20 ആണ്. അങ്ങനെയാണെങ്കിൽ പി റേഷ്യോ എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, പി റേഷ്യോ. ഓക്കെ, അപ്പോൾ എ ബി സിയുടെ പി റേഷ്യോ 10ഉം XYZ ലിമിറ്റഡിൻ്റെ പി റേഷ്യോ എന്ന് പറയുന്നത് 5ഉം ആണ്. ഇതിൻ്റെ ബേസിൽ നമ്മൾ പറയുന്നു എ ബി സി ലിമിറ്റഡ് ഓവർ വാല്യൂഡും XYZ ലിമിറ്റഡ് അണ്ടർ വാല്യൂഡും ആണെന്ന്. ഓക്കെ, എങ്ങനെയാണ് ഇവിടെ നോക്കൂ നിങ്ങൾ. ഇവിടെ എ ബി സി ലിമിറ്റഡിന് ഒരു രൂപ ഏൺ ചെയ്യണമെങ്കിൽ ഇവിടെ 10 രൂപ ആവശ്യമാണ്. ഓക്കെ, കമ്പനി 1 രൂപ ഏൺ ചെയ്യാനായിട്ട് ഇവിടെ ഇൻവെസ്റ്റേഴ്സ് 10 രൂപ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇവിടെ XYZ ലിമിറ്റഡ് നോക്കൂ നിങ്ങൾ. XYZ ലിമിറ്റഡിന് ഇതേ 1 രൂപ ഏൺ ചെയ്യാനായിട്ട് വെറും എത്ര കൊടുത്താൽ മതി? 5 കൊടുത്താൽ മതി. എ ബി സി ലിമിറ്റഡിൻ്റെ പകുതി കൊടുത്താൽ മതി. ഓക്കെ, അപ്പം നിങ്ങൾ ഏതിലായിരിക്കും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക? നിങ്ങൾക്ക് 1 രൂപ ഏൺ ചെയ്യാനായിട്ട് 10 രൂപ കൊടുക്കണോ, 1 രൂപ ഏൺ ചെയ്യാനായിട്ട് 5 രൂപ കൊടുക്കണോ? ലാഭം ഏതാണ്? XYZ ലിമിറ്റഡ് അല്ലേ ലാഭം. ഓക്കെ, ഇവിടെ 1 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടുത്തെ ഇരട്ടി പൈസ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേസിലാണ് ആക്ച്വലി നമ്മൾ എ ബി സി ലിമിറ്റഡ് ഓവർ വാല്യൂഡ് എന്നും XYZ ലിമിറ്റഡ് അണ്ടർ വാല്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. എന്തിൽ? ഫണ്ടമെൻ്റൽ അനാലിസിസിൽ. അതായത് നോക്കൂ, വി ഷുഡ് ബൈ ഗുഡ് കമ്പനീസ് അറ്റ് ചീപ്പ് ഓർ അണ്ടർ വാല്യൂഡ്. അതായത് ഏതൊരാൾക്കും നല്ല ഗുഡ് കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് എപ്പോഴും പറ്റും. പക്ഷെ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത് നല്ല കമ്പനീസ് കുറഞ്ഞ വിലയ്ക്ക് ചീപ്പായിട്ടോ അണ്ടർ വാല്യൂഡായിട്ട് വാങ്ങാനും എല്ലാവർക്കും പറ്റണമെന്നില്ല. അവിടെയാണ് ആക്ച്വലി നമ്മളുടെ ഫണ്ടമെൻ്റൽ അനാലിസിസിൻ്റെ റെലവൻസ് വരുന്നത്. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളെന്താണ് ഈ 2 കമ്പനിയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എ ബി സി ലിമിറ്റഡ് ഓവർ വാല്യൂഡും XYZ ലിമിറ്റഡ് അണ്ടർ വാല്യൂഡും. ഓക്കെ, എന്ന് വെച്ച് എ ബി സി ലിമിറ്റഡ് ഓവർ വാല്യൂഡ് ആയെന്ന് വെച്ചാൽ ആ കമ്പനി മോശമാണെന്ന് പറയാൻ വേണ്ടി പറ്റുമോ? അല്ലെങ്കിൽ അങ്ങനെ പറയാൻ വേണ്ടി പറ്റുമോ? ഇല്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പം ഈ ഒരു പാരാമീറ്റേഴ്സ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമുക്കിത് മോശമാണ് അല്ലെങ്കിൽ സൂപ്പറാണെന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. എന്നിരുന്നാൽ പോലും ദ റൂൾ ഓഫ് തമ്പ് പ്രകാരം ഓവർ വാല്യൂഡ് ആൻഡ് അണ്ടർ വാല്യൂഡ് നമുക്ക് പി റേഷ്യോ വെച്ച് കണക്കാക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പി റേഷ്യോയുടെ കമ്പാരിസൺ ആണ്. പി റേഷ്യോ നമ്മൾ ഓരോ കമ്പനിക്ക് പി റേഷ്യോ കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല. ഇത് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ വാലിഡ് ആയിട്ട് നമ്മളത് കമ്പാരിസൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ ഈ കമ്പാരിസൺ ചെയ്യുന്നതിൽ വരുത്തുന്ന മേജർ ആയിട്ടുള്ള ഒരു മിസ്റ്റേക്കുകളാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അതായത് പി റേഷ്യോ ചിലർ പറയുന്നത് കേൾക്കാം, അല്ലെങ്കിൽ ചിലർ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് കേൾക്കാം. പി റേഷ്യോ 10നും 20നും ഇടയിലാണെങ്കിൽ അത് ഫെയർലി പ്രൈസ്ഡ് ആണ്, അതിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. 10ന് താഴേക്കാണെങ്കിൽ അത് അണ്ടർ വാല്യൂഡും 20ന് മുകളിലേക്കാണെങ്കിൽ ആ ഓവർ വാല്യൂഡും. ഇങ്ങനെയൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ ഈ ഒരു പി റേഷ്യോയ്ക്ക് ഒരു ലെവൽസ് വെച്ച് നോക്കണ്ട. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ 2 കമ്പനീസ് എടുക്കുക, അതിൽ ഏത് കമ്പനിയിലാണോ പി റേഷ്യോ കുറവ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ചിലപ്പോൾ എന്തായിരിക്കാം, 2 വേറെ സെക്ടറിലായിരിക്കാം. അപ്പോൾ ഇതൊക്കെ ഒരു മിസ്റ്റേക്കാണ്. അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് പി റേഷ്യോ കമ്പാരിസൺ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കമ്പനി ടു കമ്പനി കമ്പാരിസൺ നടത്തണം. അതായത് സെയിം ഇൻഡസ്ട്രിയിലുള്ള സ്റ്റോക്കുകൾ അല്ലെങ്കിൽ സെയിം ഇൻഡസ്ട്രിയിലുള്ള കമ്പനീസ് ആയിരിക്കണം നിങ്ങൾ പി റേഷ്യോ നോക്കേണ്ടത്. അതായത് നിങ്ങൾ ഇപ്പോൾ IT സെക്ടറിലാണെങ്കിൽ ഇൻഫോസിസിൻ്റെയും ടെക് മഹീന്ദ്രയുടെയും പി വെച്ച് കമ്പയർ ചെയ്തോ. പകരം നിങ്ങൾ HDFCയും ഇൻഫോസിസും രണ്ടും വേറെ ഇൻഡസ്ട്രി അല്ലേ. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങൾ പി റേഷ്യോ എന്ത് ചെയ്യുക? കമ്പനി ടു കമ്പനി സെയിം ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ സെയിം സെക്ടറിലുള്ള കമ്പനീസായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പി റേഷ്യോ, കമ്പനിയുടെ പി റേഷ്യോ നമ്മൾ ഇൻഡസ്ട്രി പി റേഷ്യോ ആയിട്ട് കമ്പയർ ചെയ്യുക. അതായത് ഇപ്പോൾ ടെലികോമിലായാലും IT ആയാലും എല്ലാ ഇൻഡസ്ട്രിക്കും ഒരു ഇൻഡസ്ട്രി പി ഉണ്ടാവും. ഓക്കെ, ആ ഇൻഡസ്ട്രിക്ക് ഒരു പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ ഉണ്ടാവും. അതായിട്ട് ഈ കമ്പനിക്ക് എത്രത്തോളം ഉണ്ട് അതിൻ്റെ ബേസിലും നമുക്ക് എന്താണ് ആക്ച്വലി കമ്പാരിസൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 2 രീതിയിലാണ് നമ്മളുടെ കമ്പാരിസൺ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓവറോൾ
നമ്മൾ പി റേഷ്യോയുടെ ആ റൂൾ ഓഫ് തമ്പ് പ്രകാരം നോക്കുകയാണെങ്കിൽ ലോ പി എന്ന് പറയുന്നത് കമ്പനി അണ്ടർ വാല്യൂഡ് ആണെന്നും ഹൈ പി എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണെന്നും മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഓരോ കമ്പനീസിൻ്റെ പി റേഷ്യോ നമ്മൾ നോക്കും. അത് ഇൻഡസ്ട്രി പി ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. അതിനുശേഷം പിയേഴ്സ് ആയിട്ട് കമ്പയർ ചെയ്യും. അങ്ങനെ നമ്മൾ ഓവറോൾ ആയിട്ട് കമ്പനി അണ്ടർ വാല്യൂഡ് ആണോ ഓവർ വാല്യൂഡ് ആണോ എന്നെല്ലാം നമുക്ക് എന്താണ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾ പി റേഷ്യോ അല്ലെങ്കിൽ പ്രൈസ് ടു ഏണിംഗ് റേഷ്യോ കമ്പാരിസൺ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നേരെ സ്ക്രീനർ വെബ്സൈറ്റിലേക്ക് പോവുക. അവിടെ നമ്മൾ ഏതാണ് കമ്പനി, ഇപ്പോൾ നമ്മൾ ഐ ടി സെക്ടറാണ് എടുക്കുന്നതെന്ന് വെക്കുക. ഞാൻ ഇൻഫോസിസ് ആണ് എടുക്കുന്നത്. ഓക്കെ, ഇൻഫോസിസ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു. ഓക്കെ, ഇപ്പം എന്താണ് ഇവിടെ ഇൻഫോസിസിൻ്റെ സ്ക്രീനറിലെ ഡാഷ്ബോർഡ് വന്നു. ഇവിടെ നമ്മൾ നേരെ നോക്കുന്ന സമയത്ത് നമ്മളുടെ ഈ ഒരു ലെവലിൽ നോക്കുമ്പോൾ അതാ സ്റ്റോക്ക് പി ഇ എന്ന് നമുക്കിവിടെ ഇൻബിൽട്ട് ആയിട്ട് കാണാം. ഇൻബിൽട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻബിൽട്ട് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കൂ, സ്റ്റോക്ക് പി എന്ന് പറയുന്നത് 22.4 ഓക്കെ, അപ്പോൾ ഈ പി എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, നമ്മൾ ഒന്നുകൂടി നോക്കാം. പി റേഷ്യോ എന്ന് പറയുന്നത് എങ്ങനെയാണ്? കമ്പനിയുടെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസിനെ ഇ പി എസ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു. അതായത് ഇവിടെ നോക്കൂ, കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഇതാ 1519. ഇതാണ് ഇൻഫോസിസിൻ്റെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്. നോക്കുക, ഇവിടെ ഇ പി എസ് കാണാം 67.7. ഓക്കെ, നിങ്ങൾ ഈ 1519 ഈ 67.7 ആയിട്ടൊന്ന് ഹരിച്ച് നോക്കൂ, നിങ്ങൾക്ക് കിട്ടുക 22.4. ഓക്കെ, ഇതായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ഇതാണ് ആക്ച്വലി എന്ത് ഇൻഫോസിസിൻ്റെ പി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 22.4 എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഇൻഫോസിസ് ₹1 ഏൺ ചെയ്യാനായിട്ട്, ഓക്കെ, ഇൻഫോസിസ് എന്ന ഈ ഒരു കമ്പനിക്ക് ₹1 ഏൺ ചെയ്യാനായിട്ട് ഈ ഇൻഫോസിസിൻ്റെ ഇൻവെസ്റ്റേഴ്സ് എത്ര രൂപ കൊടുക്കാൻ റെഡിയാണ്? ₹22 കൊടുക്കാൻ റെഡിയാണ്, അല്ലെങ്കിൽ 22.4 കൊടുക്കാൻ റെഡിയാണ്. ഓക്കെ, വേറെ രീതി പറയുകയാണെങ്കിൽ ഇൻഫോസിസ് ₹1 ഏൺ ചെയ്യണമെങ്കിൽ ₹22.4 വേണം. ഓക്കെ, ആ രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പി റേഷ്യോ എന്ന് പറയുന്നത് 22.4. ഓക്കെ, ഇനി നമുക്ക് എന്താണ് കമ്പനി ടു കമ്പനി നോക്കാം. അതായത് ഇവിടെ നോക്കൂ, പിയർ ആയിട്ട് നോക്കൂ, ശ്രദ്ധിച്ച് കേട്ടോ, ഇൻഫോസിസിൻ്റെത് 22.4. ഇനി നമ്മൾ പിയേഴ്സ് ആയിട്ട് നോക്കാം. ടി സി എസ് എടുത്തു. ഞാൻ ടി സി എസ് ആയിട്ട് എടുക്കുന്ന സമയത്ത് ടി സി എസിൻ്റെ പി റേഷ്യോ എത്രയാണ്? ടി സി എസിൻ്റെ പി റേഷ്യോ എന്ന് പറയുന്നത് 21.8. അതായത് ഇൻഫോസിസിനെ ടി സി എസും കമ്പയർ ചെയ്യുന്ന സമയത്ത് പി റേഷ്യോ കുറവുള്ളത് ടി സി എസിലാണ്. അത് കമ്പയർ ചെയ്യുമ്പോൾ ടി സി എസ് എന്ന് പറയുന്നത് അണ്ടർ വാല്യൂഡ് ആണ്. ഏതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻഫോസിസ് ആയിട്ട്. ഓക്കെ, ഇൻഫോസിസിന് ₹1 ഏൺ ചെയ്യണമെങ്കിൽ 22.4 വേണമെങ്കിൽ ഇവിടെ ടി സി എസിന് ആ ₹1 ഏൺ ചെയ്യണമെങ്കിൽ 21.8 മതി. ഓക്കെ, 8 മതി. നെക്സ്റ്റ് പിയർ ആയിട്ട് ഏതാണ്? നമ്മൾ വിപ്രോ നോക്കാം. ഓക്കെ, വിപ്രോ നോക്കൂ നിങ്ങൾ. വിപ്രോയുടെ പി എന്ന് പറയുന്നത് എത്രയാണ്? 18.6. അതായത് ടി സി എസിൻ്റെ എത്രയാണ്? 21 എത്രയാണ് സംതിങ്, ഒരു മിനിറ്റ് മറന്നുപോയി. ടി സി എസിൻ്റെ പി എന്ന് പറയുന്നത് 21.8. ഓക്കെ, 21.8. അങ്ങനെയാണെങ്കിൽ 21.8 ആക്ച്വലി എന്ത് ടി സി എസിൻ്റെത് 21.8. അതായത് ₹1 ഏൺ ചെയ്യണമെങ്കിൽ 21.8 വേണം. ഇവിടെ വിപ്രോയുടെ നോക്കൂ നിങ്ങൾ, 18.6. ഓക്കെ, ടി സി എസും വിപ്രോയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? വിപ്രോ അണ്ടർ വാല്യൂഡ് ആണ്. കാരണം എന്താണ്? വിപ്രോയുടെ പി എന്ന് പറയുന്നത് 18.6. ഈ സെയിം ₹1 ഏൺ ചെയ്യാനായിട്ട് വിപ്രോയ്ക്ക് 18.6 മതി. അതായത് വിപ്രോയുടെ ഇൻവെസ്റ്റേഴ്സ് ₹18 കൊടുക്കാൻ തയ്യാറാണ് ₹1 ഏണിങ്സിനായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ പിയേഴ്സ് ആയിട്ട് നിങ്ങളിങ്ങനെ നോക്കുക. നെക്സ്റ്റ് ടെക് മഹീന്ദ്ര നോക്കൂ നിങ്ങൾ. ടെക് മഹീന്ദ്രൻ്റെ പി എന്ന് പറയുന്നത് നമ്മളിപ്പം കമ്പയർ ചെയ്ത ഇൻഫോസിസിൻ്റെയും വിപ്രോയുടെയും ടി സി എസിനേക്കാൾ കൂടുതലാണ്. നോക്കൂ, 30.7. അതായത് ₹1 ഏൺ ചെയ്യണമെങ്കിൽ ടെക് മഹീന്ദ്രയ്ക്ക് ₹30.7 വേണം. അപ്പോൾ ഇതെന്താണ്? ബാക്കിയുള്ളതെല്ലാം വെച്ച് നോക്കുമ്പോൾ വെരി ഓവർ വാല്യൂഡ് ആണ്, എക്സ്പെൻസീവ് ആണ്. എന്ത്? ടെക് മഹീന്ദ്ര എന്ന് നമുക്ക് പി റേഷ്യോ നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇപ്പം നമ്മൾ ഫസ്റ്റ് കമ്പാരിസൺ മനസ്സിലായല്ലോ. കമ്പനി ടു കമ്പനി നോക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഇൻഡസ്ട്രി പി ആണ്. ഇവിടെ ഒന്ന് ഇങ്ങനെ തിരഞ്ഞു നോക്കൂ. ഇവിടെ ഇൻഡസ്ട്രി പി കാണാൻ വേണ്ടി പറ്റുന്നില്ല. പകരം എന്ത് ചെയ്യുക? നിങ്ങൾ നേരെ ഈ ഒരു ആഡ് റേഷ്യോയിലേക്ക് വന്നിട്ട് ഇൻഡസ്ട്രി എന്നൊന്ന് ജസ്റ്റ് അടിക്കുക. ഓക്കെ, അപ്പോൾ കണ്ടോ, ഇൻഡസ്ട്രി പി എന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഈ ഇൻഡസ്ട്രി പി ഒന്ന് അവിടെ ഞെക്കിയാൽ
IT, അതായത് ടെക് മഹീന്ദ്ര വരുന്നത് ഏതാണ്? IT സെക്ടറിലല്ലേ. ഈ ITയുടെ ഇൻഡസ്ട്രി PE എന്ന് പറയുന്നത് 26.5 ആണ്. അതായത് ഈ IT സെക്ടർ, ഓക്കെ, ഈ IT സെക്ടറിലെ ഇൻഡസ്ട്രി PE എന്ന് പറയുന്നത് 26.5 ആണ്. ഈ 26.5 എന്ന് പറയുന്നത് ഈ IT ഇൻഡസ്ട്രിയിൽ ₹1 ഏൺ ചെയ്യാനായിട്ട് ഓവറോൾ ഇൻവെസ്റ്റേഴ്സ് 26.5 രൂപ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താണ്, പേ ചെയ്യുന്നു, അല്ലെങ്കിൽ വേണം. ഓക്കെ, അപ്പോൾ ഈ ഇൻഡസ്ട്രി PE 26.5 ആണ്. ഇവിടെ നോക്കൂ, ടെക് മഹീന്ദ്രൻ്റെത് 30.7 ആണ്. അപ്പോൾ ഇതിനേക്കാൾ കൂടുതലാണിത്. അതുകൊണ്ട് ടെക് മഹീന്ദ്ര എന്ന് പറയുന്നത് എന്താണ്? ഓവർ വാല്യൂഡ് ആണ്. നെക്സ്റ്റ് നമ്മൾ TCSലേക്ക് വരാം. TCSൻ്റെ, അതായത് ഇൻഡസ്ട്രി ആവറേജ്, ഇൻഡസ്ട്രി PE എല്ലാ ഇൻഡസ്ട്രി ഇതിലും സെയിം തന്നെയായിരിക്കും. 26.5 ആണ്. ഇവിടെ നോക്കൂ, ഇവിടെ 21.8 ആണ് PE. അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താണ്, TCS എന്ന് പറയുന്നത് അണ്ടർ വാല്യൂഡ് ആണ്. എന്തിൻ്റെ ബേസിൽ? ഇൻഡസ്ട്രി PEയുടെ ബേസിൽ നോക്കുകയാണെങ്കിൽ അണ്ടർ വാല്യൂഡ് ആണ്. ഇനി നമുക്ക് എന്താണ്, നേരെ അടുത്തത് നോക്കാം. ഏതാണ്? നമ്മളുടെ ഇൻഫോസിസ് നോക്കാം. ഇൻഫോസിസിൻ്റെതും ഇൻഡസ്ട്രി PE എന്ന് പറയുന്നത് 26.5 ആണ്. സ്റ്റോക്ക് PE എന്ന് പറയുന്നത് 22.4 ആണ്. അണ്ടർ വാല്യൂഡ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായല്ലോ. നിങ്ങൾ PE റേഷ്യോ കമ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണ്? കമ്പനി ടു കമ്പനി സെയിം ഇൻഡസ്ട്രി ആയിട്ട് കമ്പയർ ചെയ്യാം. ഓക്കെ, സെയിം ഇൻഡസ്ട്രി ആയിട്ട് കമ്പയർ ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്, അതിൻ്റെ ഇൻഡസ്ട്രി PE ഒന്ന് നോക്കി വെക്കുക. ഇൻഡസ്ട്രി PE ആയിട്ട് ഉള്ളൊരു കമ്പാരിസൺ നോക്കുക. എന്നിട്ട് അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്സ് ഏതാണ് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അണ്ടർ വാല്യൂഡ്, അതായത് PE റേഷ്യോ കുറവാണ് എപ്പോഴും ബെറ്റർ. ഓക്കെ, അപ്പോൾ ഈ കുറവായ കമ്പനി സൂപ്പർ കമ്പനി എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഈ PE റേഷ്യോ ജസ്റ്റ് നോക്കി വെക്കുക. ബിക്കോസ് ഓഫ് ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്, നമ്മൾ ഒറ്റ പാരാമീറ്ററിൻ്റെ ബേസിൽ ഇത് അണ്ടർ വാല്യൂഡ് ഓവർ വാല്യൂഡ് എന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ PE റേഷ്യോയുടെ ബേസിൽ നോക്കുമ്പോൾ കുറവുള്ളത് നല്ലതാണ്. PE റേഷ്യോ കുറവുള്ളത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളെന്താണ്, നെക്സ്റ്റ് നമ്മളുടെ മാർക്കറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ പ്രൈസ് ടു ബുക്ക് വാല്യൂ ആണ്. ഓക്കെ, പ്രൈസ് ടു ബുക്ക് വാല്യൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു സ്ലൈഡിൽ മനസ്സിലായല്ലോ എന്താണ് PE, എങ്ങനെയാണ് PE കാണേണ്ടത്, എങ്ങനെയാണ് PE വെച്ച് കമ്പാരിസൺ ചെയ്യേണ്ട രണ്ട് മെത്തേഡുകളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പ്രൈസ് ടു ബുക്ക് വാല്യൂ റേഷ്യോ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾ രണ്ടാമതായിട്ട് നോക്കുന്നത് പ്രൈസ് ടു ബുക്ക് വാല്യൂ ആണ്, അല്ലെങ്കിൽ PBV റേഷ്യോ ആണ്. PB റേഷ്യോ. ഓക്കെ, അപ്പോൾ ഈ പ്രൈസ് ടു ബുക്ക് വാല്യൂ റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ EPS ആയിട്ട് തന്നെ, അതുപോലെ തന്നെ EPSൽ എന്താണ്, പ്രൈസ് ടു ഏണിംഗ് റേഷ്യോയിൽ എന്താണ്, ₹1 ഏണിങ്സിനായിട്ട് ഇൻവെസ്റ്റേഴ്സ് എത്ര രൂപ വില്ലിംഗ് ടു പേ ആണ്. അതുപോലെ തന്നെയാണ് പ്രൈസ് ടു ബുക്ക് വാല്യൂ. ₹1 ബുക്ക് വാല്യൂവിനായിട്ട്, അതായത് ₹1 നെറ്റ് വർത്തിനായിട്ട് ഇൻവെസ്റ്റേഴ്സ് എത്ര രൂപ കൊടുക്കാൻ റെഡിയാണ് എന്നതാണ് പ്രൈസ് ടു ബുക്ക് വാല്യൂ. നമുക്ക് ഡെഫിനിഷൻ നോക്കാം. പ്രൈസ് ടു ബുക്ക് വാല്യൂ റേഷ്യോ ഷോ ഹൗ മച്ച് ഇൻവെസ്റ്റേഴ്സ് ആർ പേയിങ് ഫോർ ഈച്ച് റുപ്പി ഓഫ് കമ്പനീസ് നെറ്റ് വർത്ത് ഓർ ബുക്ക് വാല്യൂ. അതായത് ₹1 നെറ്റ് വർത്തിനായിട്ട് കമ്പനിയുടെ ഇൻവെസ്റ്റേഴ്സ് എത്ര രൂപ പേ ചെയ്യാൻ റെഡിയാണ് എന്നതാണ് പ്രൈസ് ടു ബുക്ക് വാല്യൂ റേഷ്യോ. അതായത് നമ്മൾ ബുക്ക് വാല്യൂവിനെ നമ്മൾ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ആയിട്ട് കമ്പയർ ചെയ്തു, എന്നിട്ട് നമ്മൾ നോക്കും ഇറ്റ് ഹെൽപ്സ് ടു ഫൈൻഡ് വെദർ എ സ്റ്റോക്ക് ഈസ് അണ്ടർ വാല്യൂഡ് ഓർ ഓവർ വാല്യൂഡ് ബേസ്ഡ് ഓൺ ദ ബുക്ക് വാല്യൂ. ബുക്ക് വാല്യൂവിൻ്റെ ബേസിൽ അത് ഓവർ വാല്യൂഡ് ആണോ അണ്ടർ വാല്യൂഡ് ആണോ എന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ നോക്കൂ, നെക്സ്റ്റത്തേൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ബുക്ക് വാല്യൂ, അതായത് പ്രൈസ് ടു ബുക്ക് വാല്യൂ റേഷ്യോയിൽ പ്രൈസ് എന്ന് പറയുന്നത് കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ആണ്. ഈ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് കമ്പനിയുടെ നെറ്റ് വർത്താണ്. ഈ നെറ്റ് വർത്ത് എങ്ങനെയാണ് കാണുക? ടോട്ടൽ അസറ്റ് മൈനസ് ടോട്ടൽ ലൈബിലിറ്റി. നമുക്ക് ബാലൻസ് ഷീറ്റിൽ വ്യക്തമായിട്ട് ടോട്ടൽ അസറ്റും ഉണ്ടാവും, ടോട്ടൽ ലൈബിലിറ്റിയും ഉണ്ടാവും. ഈ ടോട്ടൽ അസറ്റിൽ നിന്ന് ടോട്ടൽ ലൈബിലിറ്റി നമ്മൾ മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് നെറ്റ് വർത്ത്, അല്ലെങ്കിൽ ബുക്ക് വാല്യൂ, BV എന്ന് പറയുന്നത്. ആ BVനെ നമ്മൾ ബുക്ക് വാല്യൂ പെർ ഷെയർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് എന്താ ചെയ്യുക? ഇവിടെ നോക്കൂ, നമ്മൾ ടോട്ടൽ അസറ്റിൽ നിന്ന് ടോട്ടൽ ലൈബിലിറ്റി മൈനസ് ചെയ്തിട്ട് ആ കിട്ടിയ നെറ്റ് വർത്തിനെ നമ്മൾ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ബുക്ക് വാല്യൂ പെർ ഷെയർ കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ബുക്ക് വാല്യൂ, പ്രൈസ് ടു ബുക്ക് വാല്യൂ റേഷ്യോ എന്ന് പറയുന്നത് എങ്ങനെയാണ്? കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ ബുക്ക് വാല്യൂ പെർ ഷെയർ കിട്ടും. ഓക്കെ, അപ്പം പ്രൈസ് ടു ബുക്ക് വാല്യൂ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ₹1 കമ്പനിയുടെ നെറ്റ് വർത്തിന് വേണ്ടിയിട്ട്, ₹1 കമ്പനിയുടെ നെറ്റ് വർത്തിനായിട്ട് കമ്പനിയുടെ ഇൻവെസ്റ്റേഴ്സ് എത്ര രൂപ പേ ചെയ്യാൻ റെഡിയാണ് എന്ന് കാണിക്കുന്നതാണ്
പ്രൈസ് ടു ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഈ ബുക്ക് വാല്യൂ എങ്ങനെയാണ് കിട്ടുക? ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് കമ്പനിയുടെ ടോട്ടൽ നെറ്റ്വർത്ത് ആണ്. ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് ടോട്ടൽ അസറ്റ് മൈനസ് ടോട്ടൽ ലയബിലിറ്റി ആണ്. ഇനി ബുക്ക് വാല്യൂ പെർ ഷെയർ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ആ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് അസറ്റിനെ നമ്മൾ ടോട്ടൽ ലയബിലിറ്റി ആയിട്ട് മൈനസ് ചെയ്ത് കിട്ടിയ നെറ്റ്വർത്തിനെ നമ്മൾ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ബുക്ക് വാല്യൂ പെർ ഷെയർ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മളത് പ്രൈസ് ആയിട്ട് കമ്പയർ ചെയ്യുന്നു. അതായത് പ്രൈസ് ടു ബുക്ക് വാല്യൂ റേഷ്യോ എന്ന് പറയുന്നത് കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ ബുക്ക് വാല്യൂ പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് പ്രൈസ് ടു ബുക്ക് വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പോവാണ് പ്രൈസ് ടു ബുക്ക് വാല്യൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ABC ലിമിറ്റഡ് എന്നും XYZ ലിമിറ്റഡ് എന്നും കൊടുത്തിട്ടുണ്ട്. ഈ ABC ലിമിറ്റഡിൽ 1, 2, 3, 4 4 ഡാറ്റ തന്നിട്ടുണ്ട്. കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് 20, ടോട്ടൽ അസറ്റ് 10,000, ടോട്ടൽ ലയബിലിറ്റീസ് 9,000, ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് 250. നമ്മൾ കാൽക്കുലേറ്റ് ബുക്ക് വാല്യൂ, പ്രൈസ് ടു ബുക്ക് വാല്യൂ നമ്മൾ നോക്കണം. അതിനായിട്ട് ആദ്യം നമുക്ക് എന്താണ് ഈ പ്രൈസ്, ഈ P കണ്ടല്ലോ, P നമുക്ക് ഇവിടെ ഉണ്ട് 20 ഉണ്ട്. നമുക്ക് എന്താ വേണ്ടി? ഈ BV ആണ് വേണ്ടത്, BV. അതിനായിട്ട് എന്താ ചെയ്യേണ്ടത്? ബുക്ക് വാല്യൂ പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനായിട്ട് എന്താ ടോട്ടൽ അസറ്റ് മൈനസ് ടോട്ടൽ ലയബിലിറ്റി, എന്നിട്ട് അതിനെ ഷെയർസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ടോട്ടൽ അസറ്റ് എത്രയാണ്? 10,000. ടോട്ടൽ ലയബിലിറ്റി എത്രയാണ്? 9,000. എന്നിട്ട് എന്ത് ചെയ്യുക? ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് 250 ആണ്. 250 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടും 4. ഓക്കെ, 4 കിട്ടും. പ്രൈസ് ടു ബുക്ക് വാല്യൂ എന്ന് പറയുമ്പോൾ എത്രയാണ്? 20 നമ്മളുടെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്. ആ 20നെ നമ്മൾ പ്രൈസ് ടു ബുക്ക് വാല്യൂ പെർ ഷെയർ ആയിട്ടുള്ള 4 ഡിവൈഡ് ചെയ്താൽ 5 കിട്ടും. ഇതാണ് 5 കിട്ടും. ഈ 5 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? പ്രൈസ് ടു ബുക്ക് വാല്യൂ 5 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? നോക്കൂ, പ്രൈസ് ടു ബുക്ക് വാല്യൂ 5 മീൻസ് ഇൻവെസ്റ്റേഴ്സ് ആർ പേയിങ് അല്ലെങ്കിൽ വില്ലിംഗ് ടു പേ 5 rupees ഫോർ എവരി 1 rupee ഓഫ് കമ്പനീസ് നെറ്റ്വർത്ത്. കമ്പനിയുടെ 1 രൂപ നെറ്റ്വർത്തിന് ഇൻവെസ്റ്റേഴ്സ് 5 രൂപ മുടക്കാൻ റെഡിയാണ്. അല്ലെങ്കിൽ 5 രൂപ വേണം 1 രൂപ നെറ്റ്വർത്തിന്. ആ രീതിയിലും ചിന്തിച്ചു നോക്കുക. നെക്സ്റ്റ് നമ്മൾ ഇവിടെ നോക്കൂ, XYZ ലിമിറ്റഡിൽ 1, 2, 3, 4 4 ഡാറ്റ കൊടുത്തിട്ടുണ്ട്. കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 20, ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് 12,000, ടോട്ടൽ ലയബിലിറ്റീസ് എന്ന് പറയുന്നത് 10,000, നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർ എന്ന് പറയുന്നത് 400. കാൽക്കുലേറ്റ് പ്രൈസ് ടു ബുക്ക് വാല്യൂ എന്ന് പറയുമ്പോൾ ബുക്ക് വാല്യൂ പെർ ഷെയർ എന്ന് പറയുന്നത് ടോട്ടൽ അസറ്റ് മൈനസ് ടോട്ടൽ ലയബിലിറ്റി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് 12,000, ടോട്ടൽ ലയബിലിറ്റി പറയുന്നത് 10,000. 2 കൂടി മൈനസ് ചെയ്താൽ കിട്ടുന്നത് 2,000. ആ 2,000നെ 400 ആയിട്ട് മൈനസ് ഡിവൈഡ് ചെയ്താൽ ഉത്തരം കിട്ടും. ബുക്ക് വാല്യൂ പെർ ഷെയർ എന്ന് പറയുന്നത് 5. ബുക്ക് വാല്യൂ പെർ ഷെയർ എന്ന് പറയുന്നത് 5. ഇനി പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുകയാണെങ്കിൽ എന്താണ്? കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ ബുക്ക് വാല്യൂ പെർ ഷെയർ. കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? 20 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത് 4. ഈ പ്രൈസ് ടു ബുക്ക് വാല്യൂ 4 എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? പ്രൈസ് ടു ബുക്ക് വാല്യൂ 4 മീൻസ് ഇൻവെസ്റ്റേഴ്സ് ആർ പേയിങ് അല്ലെങ്കിൽ വില്ലിംഗ് ടു പേ 4 rupees ഫോർ എവരി 1 rupee ഓഫ് കമ്പനീസ് നെറ്റ്വർത്ത്. കമ്പനിയുടെ 1 രൂപ നെറ്റ്വർത്തിന് 4 രൂപ ഇൻവെസ്റ്റേഴ്സ് പേ ചെയ്യാൻ റെഡിയാണ്. അല്ലെങ്കിൽ 4 രൂപ വേണം കമ്പനിയുടെ 1 രൂപ നെറ്റ്വർത്ത് ജനറേറ്റ് ചെയ്യാനായിട്ട്. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കമ്പാരിസൺ നോക്കൂ. ഇവിടെ ABC ലിമിറ്റഡിൻ്റെ പ്രൈസ് ടു ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 5. XYZ ലിമിറ്റഡിൻ്റെ പ്രൈസ് ടു ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 4. അതായത് 1 രൂപ നെറ്റ്വർത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ABC ലിമിറ്റഡിന് എത്ര രൂപ വേണം? 5 രൂപ വേണം. അതേ 1 രൂപ നെറ്റ്വർത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് XYZ ലിമിറ്റഡിന് 4 മതി. അങ്ങനെയാണെങ്കിൽ എന്താണ്? ABC ലിമിറ്റഡ് എന്ന് പറയുന്നത് മോർ എക്സ്പെൻസീവ് അല്ലെങ്കിൽ ഓവർ വാല്യൂഡ് ആണ്. XYZ ലിമിറ്റഡ് കമ്പനി എന്താണ്? ചീപ്പറാണ്. ദാറ്റ് മീൻസ് അത് അണ്ടർ വാല്യൂഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ നിങ്ങൾ, ഇൻഡസ്ട്രി ആവറേജ് പ്രൈസ് ടു ബുക്ക് വാല്യൂ 4.5 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് 2 രീതിയിൽ കമ്പാരിസൺ ചെയ്യാം. കമ്പനി ടു കമ്പനി ഇൻ എ സെയിം ഇൻഡസ്ട്രി. ഇത് രണ്ടും വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്നത് നോക്കുമ്പോൾ ABC ലിമിറ്റഡ് ഓവർ വാല്യൂഡും XYZ ലിമിറ്റഡ് അണ്ടർ വാല്യൂഡ് ആണെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻഡസ്ട്രി ആവറേജ് നോക്കൂ. ഈ കമ്പനീസ് രണ്ടുള്ളത് FMCG ആണെന്ന് വിചാരിക്കുക. അല്ലേ? വേണ്ട, നമുക്കൊരു ഒരു IT ഇൻഡസ്ട്രി തന്നെയാണെന്ന് വിചാരിക്കാം. ഇതിൻ്റെ ഇൻഡസ്ട്രി ആവറേജ് പ്രൈസ് ടു ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 4.5 ആണ്. 4.5 ആണ് ആക്ച്വലി ഇൻഡസ്ട്രി ആവറേജ് പ്രൈസ് ടു ബുക്ക് വാല്യൂ 4.5 ആണെങ്കിൽ ഇവിടെ നോക്കൂ, ABC എന്ന് പറയുന്നത് അപ്പോഴും ഓവർ വാല്യൂഡ് ആണ്. കാരണം ഇൻഡസ്ട്രി പ്രൈസ് ടു ബുക്ക് വാല്യൂ 4.5 ആണ്. അതിനേക്കാൾ മുകളിലാണ് ആക്ച്വലി ABC
പ്രൈസ് ടു ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 5 അപ്പോൾ എ ബി സി ഈസ് ഓവർ വാല്യൂഡ്. അതുപോലെ തന്നെ ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ XYZ എന്ന് പറയുന്നത് അണ്ടർ വാല്യൂഡ് ആണ്. അതായത് ഇൻഡസ്ട്രി ആവറേജ് പ്രൈസ് ടു ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 4.5 ആണ്. XYZൻ്റെ പ്രൈസ് ടു ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പ്രൈസ് ടു ബുക്ക് വാല്യൂ എപ്പോഴും ലെസറാണ് നമുക്ക് നല്ലത്. ചീപ്പറായിട്ടുള്ള അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള പ്രൈസ് ടു ബുക്ക് വാല്യൂ കമ്പനീസ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ 2 രീതിയിൽ നമുക്ക് കമ്പാരിസൺ ചെയ്യാം. കമ്പനി ടു കമ്പനി സെയിം ഇൻഡസ്ട്രി, അതുപോലെ തന്നെ ഇൻഡസ്ട്രി ആവറേജ് പ്രൈസ് ടു ബുക്ക് വാല്യൂ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 2 പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ നോക്കിയതുപോലെ നമ്മൾ സ്ക്രീനറിൽ പോകുന്നു, പ്രോപ്പറായിട്ടുള്ള കമ്പാരിസൺ നടത്തുന്നു, എന്നിട്ട് ഏതാണ് ഓവർ വാല്യൂഡ് അല്ലെങ്കിൽ ഏതാണ് അണ്ടർ വാല്യൂഡ് എന്ന് നമുക്ക് ഈ ഒരു പാരാമീറ്ററിലൂടെ മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾ പ്രൈസ് ടു ബുക്ക് വാല്യൂ കമ്പാരിസൺ ആയിട്ട് നമ്മൾ സ്ക്രീനർ വെബ്സൈറ്റിലേക്ക് നേരെ പോവുക. എന്നിട്ട് നമ്മളിവിടെ നോക്കുന്നത് ഇൻഫോസിസ് ആണ്. ഓക്കെ, ഇൻഫോസിസ് നമ്മൾ എടുക്കുന്നു. ഇവിടെ നോക്കൂ നിങ്ങൾ, നമുക്കിവിടെ നമുക്ക് വേണ്ടത് പ്രൈസ് ടു ബുക്ക് വാല്യൂ ആണ്. ഇവിടെ നമ്മൾ ഡാഷ്ബോർഡിൽ നോക്കുന്ന സമയത്ത് നമുക്ക് പ്രൈസ് ടു ബുക്ക് വാല്യൂ കാണാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, നേരെ ഇവിടെ ആഡ് റേഷ്യോയിലേക്ക് പോവുക, BV എന്നടിക്കുക, അല്ലെങ്കിൽ എന്താണ് ബുക്ക് വാല്യൂ BV എന്നടിക്കുക, എന്നിട്ട് അതവിടെ പ്രൈസ് ടു ബുക്ക് വാല്യൂ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്ക് നിങ്ങൾ, നമുക്ക് പ്രൈസ് ടു ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് ഇൻഫോസിസിൻ്റെ പ്രൈസ് ടു ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 6.14. ഓക്കെ, അപ്പോൾ ഈ പ്രൈസ് ടു ബുക്ക് വാല്യൂയുടെ എന്താണ് പ്രൈസ് ടു ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ ബുക്ക് വാല്യൂ പെർ ഷെയർ. ഇതാണ് ഫോർമുല. അതായത് കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1521 ആക്ച്വലി 1521 കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്. അതിനെ നമ്മൾ ബുക്ക് വാല്യൂ ഇവിടെ നോക്കുക, ബുക്ക് വാല്യൂ എത്രയാണ്, 249. നിങ്ങൾ ഒന്ന് ഹരിച്ചു നോക്കൂ, 1521 249 ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇത് കിട്ടും 6.14. ഓക്കെ, അപ്പോൾ ഈ പ്രൈസ് ടു ബുക്ക് വാല്യൂ 6.14 എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ₹1 നെറ്റ് വർത്ത് അല്ലെങ്കിൽ ₹1 നെറ്റ് വർത്ത് അല്ലെങ്കിൽ ₹1 ബുക്ക് വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ₹1 ബുക്ക് വാല്യൂവിനായിട്ട് ഈ കമ്പനിക്ക് 6.14 റുപ്പീസ് വേണം. ₹1 നെറ്റ് വർത്ത്, ഇൻഫോസിസിൻ്റെ ₹1 നെറ്റ് വർത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കമ്പനിയുടെ ഇൻവെസ്റ്റേഴ്സ് 6.14 പേ ചെയ്യാൻ റെഡിയാണ്. അല്ലെങ്കിൽ ₹1 നെറ്റ് വർത്ത് ജനറേറ്റ് ചെയ്യണമെങ്കിൽ 6.14 വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് പിയേഴ്സ് ആയിട്ട് നോക്കുന്നു. 6.14 ഏതിൻ്റെത്, ഇൻഫോസിസിൻ്റെ. നമ്മൾ TCSൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രയാണ്, 10.4 10.4. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇൻഫോസിസിന് 6.14 ആണെങ്കിൽ ഇവിടെ TCS ടാറ്റ കൺസൾട്ടൻസി സർവീസ് എത്രയാണ്, 10.4. അപ്പോൾ നമ്മൾ TCSും ഇൻഫോസിസും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, TCS ഓവർ വാല്യൂഡ് ആണ്. ബുക്ക് വാല്യൂ പെർ ഷെയർ വെച്ച് നോക്കുമ്പോൾ ഓവർ വാല്യൂഡ് ആണ്. തൊട്ട് മുന്നേ നമ്മൾ EPS ആയിട്ട് നോക്കിയല്ലോ, EPSലും TCS എന്താണ്, ഓവർ വാല്യൂഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കൂ, HCL ടെക് ആയിട്ട് നോക്കൂ. HCL ടെക് ആയിട്ട് നോക്കുന്ന സമയത്ത് പ്രൈസ് ടു ബുക്ക് വാല്യൂ 5.91. നമ്മൾ ഇൻഫോസിസ് എത്രയാണ് നോക്കിയത്, 6.14. ഇവിടെ HCL ടെക് 5.91 ഉള്ളൂ. HCL ടെക് എത്രയാണ്, HCL ടെക് 5.91 ആണ്. അതായത് HCL ടെക്കിൻ്റെ ₹1 നെറ്റ് വർത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എത്ര രൂപ മതി, 5.91 മതി. ഇൻഫോസിസിൽ 6.14 വേണം. അപ്പോൾ ഇൻഫോസിസും HCL ടെക്കും നോക്കുമ്പോൾ HCL ടെക് അണ്ടർ വാല്യൂഡ് ആണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ വിപ്രോ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ എത്രയാണ്, വിപ്രോയുടെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 2.98 ആണ്. അതായത് പ്രൈസ് ടു ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 2.98 ആണ്. അപ്പോൾ പ്രൈസ് ടു ബുക്ക് വാല്യൂ വെച്ച് നോക്കുന്ന സമയത്ത് വിപ്രോ വളരെയധികം അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇൻഡസ്ട്രിയൽ PE നോക്കണം. ഇൻഡസ്ട്രിയൽ PE ഇവിടെ നോക്കൂ, ഇൻഡസ്ട്രി പ്രൈസ് ടു ബുക്ക് വാല്യൂ ആണ്. ഓക്കെ, ഇൻഡസ്ട്രി പ്രൈസ് ടു ബുക്ക് വാല്യൂ നമ്മളിവിടെ നോക്കുമ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നില്ല. പകരം നമ്മളിവിടെ എന്താ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഇൻഡസ്ട്രി. ഓക്കെ, ഇൻഡസ്ട്രി പ്രൈസ് ടു ബുക്ക് വാല്യൂ. ഓക്കെ, ഏതാണ് ഇൻഡസ്ട്രി പ്രൈസ് ടു ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 4.35 ആണ്.
ഓക്കെ. അത് വെച്ച് നോക്കുമ്പോൾ വിപ്രോയുടെ പ്രൈസ് ടു ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 2.898 ആണ്. വിപ്രോ എന്ന് പറയുന്നത് അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. നെക്സ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ നേരെ ഫസ്റ്റ് പോയതുപോലെ ഇൻഫോസിസിലേക്ക് പോകുന്നു. ഓക്കെ, ഇൻഫോസിസിലേക്ക് പോകുന്നു. ഇൻഫോസിസിൻ്റെ പ്രൈസ് ടു ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 6.14 ആണ്. ഇവിടെ ഇൻഡസ്ട്രി പി ഇ നോക്കൂ, ഇൻഡസ്ട്രി പി ഇ 4.35 ആണ്. അപ്പോൾ അതിനേക്കാൾ കൂടുതലാണ് ഇൻഫോസിസിൻ്റെ പ്രൈസ് ടു ബുക്ക് വാല്യൂ. അപ്പോൾ എന്താണ്, ഇൻഫോസിസ് ഓവർ വാല്യൂഡ് ആണെന്ന് മനസ്സിലാക്കുക. എന്താണ്, ഇൻഫോസിസ് ഓവർ വാല്യൂഡ് ആണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് എന്താണ്, നമ്മൾ HCL ടെക് നോക്കൂ. HCL ടെക് നോക്കൂ, ഇൻഡസ്ട്രിയൽ പി ബി എന്ന് പറയുന്നത് 4.35 ആണ്. പ്രൈസ് ടു ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 5.91. ഇതിനേക്കാൾ കൂടുതലല്ലേ ഇത്? അപ്പോൾ HCL ടെക്കും ഇൻഡസ്ട്രി പ്രൈസ് ടു ബുക്ക് വാല്യൂ ബേസ് നോക്കുന്ന സമയത്ത് ഓവർ വാല്യൂഡ് ആണ്. നെക്സ്റ്റ് നമ്മൾ വിപ്രോ നോക്കണം. വിപ്രോ നമ്മൾ നോക്കിയതാണ്. കാരണം എന്താണ്, ഇൻഡസ്ട്രിയൽ പ്രൈസ് ടു ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 4.35 ആണ്. പ്രൈസ് ടു ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 2.98 ആണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താ, ഇൻഡസ്ട്രി പി പ്രൈസ് ടു ബുക്ക് വാല്യൂവിനേക്കാൾ എത്രയോ കുറവിലാണ് വിപ്രോ ഉള്ളത്. അതുകൊണ്ട് വിപ്രോ എന്ന് പറയുന്നത് അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് ആസ് പെർ പ്രൈസ് ടു ബുക്ക് വാല്യൂ പ്രകാരം. ഗോട്ട് ഇറ്റ്? അങ്ങനെ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് നമ്മളുടെ മൂന്നാമത് മാർക്കറ്റ് വാല്യൂഷൻ റേഷ്യോ ആയിട്ടുള്ള പ്രൈസ് ടു സെയിൽസ് റേഷ്യോ അല്ലെങ്കിൽ PS റേഷ്യോ ആണ്. പ്രൈസ് ടു സെയിൽസ് റേഷ്യോ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൈസ് ടു ഏണിംഗ് റേഷ്യോ എന്താ പറഞ്ഞത്, ₹1 ഏണിങ്സിനായിട്ട് കമ്പനിയിൽ എത്ര രൂപ ഇൻവെസ്റ്റേഴ്സ് പേ ചെയ്യാൻ റെഡിയാണ്. പ്രൈസ് ടു ബുക്ക് വാല്യൂ റേഷ്യോയിൽ എന്താ പറഞ്ഞത്, ₹1 ബുക്ക് വാല്യൂവിനായിട്ട് കമ്പനിയിലെ ഇൻവെസ്റ്റേഴ്സ് എത്ര രൂപ റെഡിയാണ് പേ ചെയ്യാൻ. പ്രൈസ് ടു സെയിൽസ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്, ₹1 സെയിൽസിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റേഴ്സ് എത്ര രൂപ പേ ചെയ്യാൻ റെഡിയാണ്. ഇതാണ് ആക്ച്വലി പ്രൈസ് ടു സെയിൽസ് റേഷ്യോ. നമുക്ക് നോക്കാം. പ്രൈസ് ടു സെയിൽസ് റേഷ്യോ ഷോസ് ഹൗ മച്ച് ഇൻവെസ്റ്റേഴ്സ് ആർ വില്ലിംഗ് ടു പേ ഫോർ എവറി റുപ്പി ഓഫ് കമ്പനീസ് സെയിൽസ്. അതായത് ₹1 സെയിൽസിന് എത്ര രൂപ ഇൻവെസ്റ്റേഴ്സ് പേ ചെയ്യാൻ റെഡിയാണ് എന്ന്. അതായത് ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ എവറി ₹1 ഓഫ് കമ്പനി ഷെയർ, അവിടെ 1 ഇടാൻ വിട്ടുപോയി. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇറ്റ് ഹെൽപ്സ് ഐഡൻറ്റിഫൈ വെദർ എ സ്റ്റോക്ക് ഈസ് ഓവർ വാല്യൂഡ് ഓർ അണ്ടർ വാല്യൂഡ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് സെയിൽസ് പെർഫോമൻസ്. അതായത് സിമ്പിളാണ്, ഒന്നുകൂടി പറയാണ്, പ്രൈസ് ടു സെയിൽസ് റേഷ്യോ എന്ന് പറയുന്നത് ₹1 സെയിൽസിന് എത്ര രൂപ ഇൻവെസ്റ്റേഴ്സ് വില്ലിംഗ് ആണ് പേ ചെയ്യാൻ എന്നുള്ളതാണ് പ്രൈസ് ടു സെയിൽസ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് സെയിൽസ് പെർ ഷെയർ വേണം. ഓക്കെ, അപ്പോൾ എന്താണ് സെയിൽസ് പെർ ഷെയർ എന്ന് പറയുമ്പോൾ, ടോട്ടൽ സെയിൽസ് അല്ലെങ്കിൽ ടോട്ടൽ റവന്യൂവിനെ നമ്മൾ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, സെയിൽസ് പെർ ഷെയർ കിട്ടും. അങ്ങനെയാണെങ്കിൽ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് പ്രൈസ് ടു സെയിൽസ് റേഷ്യോ എന്ന് പറയുന്നത് നമ്മളുടെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ സെയിൽസ് പെർ ഷെയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സ്ലൈഡിൽ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ നോക്കൂ. ഇവിടെ നമുക്കൊരു കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതുപോലെ ആ കമ്പനിയുടെ ഇപ്പോഴത്തെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എത്രയാണെന്നും ഷെയർ എത്രയാണെന്നും തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നോക്കൂ നിങ്ങൾ, നമ്മളുടെ ഈ കമ്പനീനെ നിങ്ങൾ ABC ലിമിറ്റഡ് എന്ന് വിളിച്ചോളൂ. ABC ലിമിറ്റഡിൻ്റെ കറൻറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 50 രൂപയാണ്. ഈ കമ്പനിക്ക് ടോട്ടൽ 1 lakh ഷെയർസ് ഉണ്ട്. ഓക്കെ, നമുക്ക് കാണേണ്ടത് എന്താണ്, പ്രൈസ് ടു സെയിൽസ് റേഷ്യോ ആണ്. പ്രൈസ് ടു സെയിൽസ് റേഷ്യോയിൽ നമ്മൾ പറഞ്ഞ പോലെ ഫസ്റ്റ് എന്ത് വേണം, നമുക്ക് സെയിൽസ് പെർ ഷെയർ വേണം. സെയിൽസ് പെർ ഷെയറിൻ്റെ ഇക്വേഷൻ എന്താണ്, ടോട്ടൽ സെയിൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. ഇവിടെ ടോട്ടൽ സെയിൽ ഇവിടെ കിട്ടും. നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ റവന്യൂ എന്ന് കണ്ടല്ലോ നിങ്ങൾ, ഇതാണ് ആക്ച്വലി നമ്മളുടെ സെയിൽസ്. ഈ റവന്യൂവിനെ തന്നെയാണ് സെയിൽസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, കാൽക്കുലേറ്റ് പ്രൈസ് ടു സെയിൽസ് റേഷ്യോ. ഫസ്റ്റ് നമുക്ക് എന്ത് വേണം, സെയിൽസ് പെർ ഷെയർ എന്ന് പറയുന്നത് റവന്യൂ അല്ലെങ്കിൽ സെയിൽസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. ഇവിടെ നോക്കൂ, നമ്മളുടെ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുന്ന റവന്യൂ എത്രയാണ്, 10 ലക്ഷം രൂപ. ഈ 10 ലക്ഷത്തിനെ നമ്മൾ നമ്പർ ഓഫ് ഷെയർസ്, ഇവിടെ എത്ര ഷെയർസ് ഉണ്ട്, 1 lakh ഷെയർസ് ഉണ്ട്. 10 ലക്ഷം ഡിവൈഡഡ് ബൈ 1 lakh എന്ന് പറയുന്നത് 10 ആണ് ആക്ച്വലി സെയിൽസ് പെർ ഷെയർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്താണ്, പ്രൈസ് ടു സെയിൽസ് റേഷ്യോ കാണണം. അതിനായിട്ട് കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ സെയിൽസ് പെർ ഷെയർ. ഓക്കെ, സെയിൽസ് പെർ ഷെയർ നോക്കൂ, 50 ആണ് ആക്ച്വലി കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഏരോ മാർക്ക് നോക്കൂ, കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 50 ആണ്. ഡിവൈഡഡ് ബൈ നമുക്ക് ഇപ്പം സ്റ്റെപ്പ് 1 കിട്ടിയ സെയിൽസ് പെർ ഷെയർ
10 നമ്മൾ നോക്കിയാൽ 5 കിട്ടും. ഈ 5 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? പ്രൈസ് ടു സെയിൽസ് ഓഫ് 5 മീൻസ്, അതായത് നമ്മളുടെ പ്രൈസ് ടു സെയിൽസ് റേഷ്യോ 5 മീൻസ് ഇൻവെസ്റ്റേഴ്സ് ആർ പേയിങ് 5 റുപ്പീസ് ഫോർ എവറി 1 റുപ്പി ഓഫ് കമ്പനി സെയിൽസ് ഓർ റവന്യൂ. ഒരു കമ്പനി, അതായത് ഈ ABC ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിൽ 1 രൂപ സെയിൽസ് ഉണ്ടാവാനായിട്ട് ഇൻവെസ്റ്റേഴ്സ് 5 രൂപ മുടക്കാനും റെഡിയാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കമ്പാരിസൺ നമ്മൾ നോക്കുമ്പോൾ എന്താണ്? കമ്പനി ടു കമ്പനി സെയിം ഇൻഡസ്ട്രി നോക്കിയാൽ മതി. ഇൻഡസ്ട്രി സെയിൽസ് പ്രൈസ് ടു സെയിൽസ് റേഷ്യോ നോക്കേണ്ട ആവശ്യമില്ല. കമ്പനി ടു കമ്പനി പ്രൈസ് ടു സെയിൽസ് റേഷ്യോ നോക്കുക. ഈ സെയിൽസ് റേഷ്യോ എപ്പോഴും കുറവുള്ളതാണ് എപ്പോഴും നല്ലത്, കുറവുള്ളത് എപ്പോഴും എന്താണ്? അണ്ടർ വാല്യൂഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? നേരെ നമ്മളുടെ EPSും പ്രൈസ് ടു റേഷ്യോയും പ്രൈസ് ടു ബുക്ക് വാല്യൂ റേഷ്യോ എന്നൊക്കെ നോക്കിയതുപോലെ തന്നെ നമുക്ക് പ്രൈസ് ടു സെയിൽസ് റേഷ്യോയും സ്ക്രീനറിൽ നോക്കി വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വരാം. അങ്ങനെ നമ്മൾ വിപ്രോയുടെ ഡാഷ്ബോർഡിലാണ്, സ്ക്രീനർ ഡാഷ്ബോർഡിലാണ്. ഓക്കെ, നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത് IT ഇൻഡസ്ട്രിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വിപ്രോയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ വിപ്രോയുടെ ഈ ഒരു ഡാഷ്ബോർഡിൽ ഇവിടെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് ടു സെയിൽസ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? പ്രൈസ് ടു സെയിൽസ്. ഓക്കെ, പ്രൈസ് ടു സെയിൽസ് നമ്മൾ നോക്കിയാൽ പ്രൈസ് ടു സെയിൽസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോക്കൂ, പ്രൈസ് ടു സെയിൽസ് എന്ന് പറയുന്നത് 2.81 റുപ്പിയാണ്, 2.81 രൂപയാണ് പ്രൈസ് ടു സെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈസ് ടു സെയിൽസ് ഇതിൻ്റെ ഇക്വേഷൻ എന്താണ്? ഇവിടെ തന്നെ ഉണ്ട്, കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ സെയിൽസ് പെർ ഷെയർ. ഇവിടെ പ്രൈസ് ടു സെയിൽസ് എന്ന് പറയുന്നത് 2.81 ആണ്. അതായത് 1 രൂപ സെയിൽസ് ജനറേറ്റ് ചെയ്യാനായിട്ട് കമ്പനിക്ക് എത്ര രൂപ വേണം? 2.81 വേണം. അതായത് 1 രൂപ വിപ്രോ സെയിൽസ്, അതായത് വിപ്രോയുടെ 1 രൂപ സെയിൽസിനായിട്ട് വിപ്രോയുടെ ഇൻവെസ്റ്റേഴ്സ് എത്ര രൂപ കൊടുക്കണം, അല്ലെങ്കിൽ പേ ചെയ്യാൻ റെഡിയാണ്? 2.81 രൂപ പേ ചെയ്യാൻ റെഡിയാണ്. നമ്മൾ പിയേഴ്സ് ആയിട്ട് നമുക്ക് നോക്കാം. നമുക്ക് TCSൻ്റെ പ്രൈസ് ടു സെയിൽസ് റേഷ്യോ എത്രയാണ്? ഇവിടെ നോക്കൂ, TCSൻ്റെ പ്രൈസ് ടു സെയിൽസ് റേഷ്യോ എന്ന് പറയുന്നത് വിപ്രോവിനേക്കാൾ അധികമാണ്, 4.26 ആണ്. ഓക്കെ, 4.26. അതായത് എന്താ മനസ്സിലാക്കേണ്ടത്? 1 രൂപ സെയിൽസ് ജനറേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ TCSന് 4.26 വേണം. അപ്പോൾ നമ്മൾ വിപ്രോ ആയിട്ട് നോക്കുന്ന സമയത്ത് TCS എന്ന് പറയുന്നത് ഓവർ വാല്യൂഡ് ആണ്. ഓക്കെ, ഓവർ വാല്യൂഡ് ആണ്. നെക്സ്റ്റ് നമ്മൾ എന്താണ്? പിയേഴ്സ് ആയിട്ട് നമ്മൾ HCL ടെക്നോളജി നോക്കുകയാണെങ്കിൽ എന്താണ്? ഇവിടെ പ്രൈസ് ടു സെയിൽസ് റേഷ്യോ എത്രയാണ്? 3.44 ആണ്. അതായത് നമ്മൾ TCS ആയിട്ട് നമ്മൾ HCL ടെക്കിനെ പ്രൈസ് ടു സെയിൽസ് റേഷ്യോ നോക്കുകയാണെങ്കിൽ HCL ടെക് എന്ന് പറയുന്നത് അണ്ടർ വാല്യൂഡ് ആണ്, TCS എന്ന് പറയുന്നത് ഓവർ വാല്യൂഡ് ആണ്. നെക്സ്റ്റ് നമ്മളെന്താണ്? അഗെയിൻ പിയേഴ്സിൽ പോയിട്ട് നമ്മൾ ഇൻഫോസിസ് നോക്കുകയാണെങ്കിൽ എന്താണ്? ഇൻഫോസിസിൻ്റെ പ്രൈസ് ടു സെയിൽസ് എന്ന് പറയുന്നത് 3.73 ആണ്. 3.73 എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻഫോസിസിലെ 1 രൂപ സെയിൽസിനായിട്ട് അവിടുത്തെ ഇൻവെസ്റ്റേഴ്സ് 3.73, അതായത് 3 ഇരട്ടി കാശ് ഇറക്കാൻ ഇൻവെസ്റ്റേഴ്സ് റെഡിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പ്രൈസ് ടു സെയിൽസ് റേഷ്യോ മനസ്സിലായല്ലോ. നമ്മൾ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ പഠിച്ചു. ഓക്കെ, പ്രൈസ് ടു ബുക്ക് വാല്യൂ പഠിച്ചു. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രൈസ് ടു സെയിൽസ് റേഷ്യോ പഠിച്ചു. ഇനി നെക്സ്റ്റ് നമുക്ക് എന്താണ്? ഡിവിഡൻഡ് യീൽഡാണ് നോക്കാനുള്ളത്. ഓക്കെ, അങ്ങനെ നമ്മളുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ റേഷ്യോ എന്ന് പറയുന്നത് ഡിവിഡൻഡ് യീൽഡാണ്. ഓക്കെ, ഡിവിഡൻഡ് യീൽഡ് നമ്മൾ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ, പ്രൈസ് ടു ബുക്ക് വാല്യൂ, പ്രൈസ് ടു സെയിൽസ് റേഷ്യോ, ഇതൊക്കെ എന്താണ്? കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ആയിട്ട് കമ്പയർ ചെയ്യുന്നു. അതുപോലെ തന്നെ ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിവിഡൻഡ് യീൽഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇതിനെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസിനെ നമ്മൾ ഡിവിഡൻഡ് ഇൻകം ആയിട്ട് കമ്പയർ ചെയ്യുന്നു. നമുക്ക് ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ഡിവിഡൻഡ് yieldഷോസ് ദ പെർസെൻറ്റേജ് ഓഫ് ദ റിട്ടേൺ ആൻ ഇൻവെസ്റ്റർ ഏൺ ഫ്രം ഡിവിഡൻഡ് കമ്പയർ ടു ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർ. അതായത് എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? ഇത് ഉദ്ദേശിക്കുന്നത് ഡിവിഡൻഡ് yieldഎന്ന് പറയുന്നത് ഒരു സ്റ്റോക്കിൽ നിന്നുള്ള ഡിവിഡൻഡ് വഴി കിട്ടുന്ന ഒരു ഇൻകം ഉണ്ടല്ലോ, ഡിവിഡൻഡ് വഴി കിട്ടുന്ന ഒരു ഇൻകം. ആ ഡിവിഡൻഡ് വഴി കിട്ടുന്ന ഇൻകത്തിനെ ആ സ്റ്റോക്കിൻ്റെ പ്രൈസായിട്ട് കമ്പയർ ചെയ്ത് കിട്ടുന്ന ഒരു ശതമാനം ഉണ്ടല്ലോ, അതാണ് ആക്ച്വലി ഡിവിഡൻഡ് yieldഡ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയാലോ,
ഡിവിഡൻഡ് yield ടെൽസ് ഹൗ മച്ച് ദ ഡിവിഡൻഡ് ഇൻകം യു ഏൺ ആസ് എ പെർസെൻറ്റേജ് ഓഫ് ഷെയർ മാർക്കറ്റ് പ്രൈസ്. അതായത് ആ സ്റ്റോക്കിൻ്റെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൻ്റെ എത്ര ശതമാനമാണ് നിങ്ങൾക്ക് ഡിവിഡൻ്റായിട്ട് കിട്ടുന്നത്, അതാണ് ഡിവിഡൻഡ് yield എന്ന് പറയുന്നത്. അതായത് ഡിവിഡൻഡ് ഇൻകം നമ്മളുടെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ആയിട്ട് കമ്പയർ ചെയ്ത് കിട്ടുന്ന പെർസെൻറ്റേജ് ഉണ്ടല്ലോ, അതാണ് ഡിവിഡൻഡ് yield എന്ന് പറയുന്നത്. ഡിവിഡൻഡ് yieldൻ്റെ ഫോർമുല എങ്ങനെയാണ്? ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100. ഇവിടെ ഡിവിഡൻഡ് പെർ ഷെയർ എന്ന് പറയുമ്പോൾ എന്താണ്? ഡിവിഡൻഡ് പെർ ഷെയർ എന്ന് പറയുന്നത് കമ്പനിയുടെ ടോട്ടൽ ഡിവിഡൻറ്റിനെ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർ ആയിട്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് ഡിവിഡൻഡ് പെർ ഷെയർ കിട്ടുക. അങ്ങനെ ഡിവിഡൻഡ് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിവിഡൻറ്റിനെ നമ്മൾ ടോട്ടൽ ഷെയർസ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ ഡിവിഡൻഡ് പെർ ഷെയർ കിട്ടും. ഈ ഡിവിഡൻഡ് പെർ ഷെയറിനെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ആയിട്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡിവിഡൻഡ് yield കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പം പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ലൈഡിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് കാണാം. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നത് എത്രയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് താഴത്തേക്ക് നോക്കൂ. 1,63,300 രൂപയാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. കമ്പനി എന്ത് ചെയ്യുന്നു? ഈ പ്രോഫിറ്റിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. റിസർവിലേക്കും ഡിവിഡൻറ്റിലേക്കുമായിട്ട് വെക്കുന്നു. ഇത് നമ്മൾ റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് സാലറി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ എൻ്റെ റിസർവിലേക്ക്, ഞാൻ എൻ്റെ സേവിങ്സിലേക്കും മറ്റുമായിട്ട് എടുത്തു വെക്കുന്നു. ബാക്കി ഞാൻ സ്പെൻഡ് ചെയ്യുന്നു, എൻ്റെ ചിലവുകൾക്കായിട്ട് ഞാൻ സ്പെൻഡ് ചെയ്യുന്നു. അതുപോലെ കമ്പനീസിന് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർ രണ്ട് രീതിയിലാണ് ഇത് ഉപയോഗിക്കുക. ഒന്നെന്ന് പറയുന്ന ഡിവിഡൻഡ്, അതായത് കിട്ടിയ പ്രോഫിറ്റിൽ നിന്നുള്ള ഒരു ലാഭവിഹിതം എന്ത് ചെയ്യുന്നു? ഷെയർ ഹോൾഡേഴ്സിന് റിട്ടേൺ കൊടുക്കുന്നു. റിസർവ് എന്ന് പറയുന്നത് എന്താണ്? ബാക്കിയുള്ളത് എടുത്തു വെക്കുന്നു. ഇവിടെ രണ്ട് ടേംസ് ആണ് നമ്മൾ പഠിക്കാനുള്ളത്. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോയും റിട്ടൻഷൻ റേഷ്യോ. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. റിട്ടൻഷൻ റേഷ്യോ എന്ന് പറയുന്നത് പ്രോഫിറ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് റിട്ടൻഷൻ ചെയ്യുന്നത്, എടുത്തു വെക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 60% ആണ്. ഓക്കെ, ഈ ഒരു സെനാരിയോയിൽ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 60% ആണ്. അങ്ങനെയാണെങ്കിൽ റിസർവ് എത്രയായിരിക്കും? റിസർവ് എന്ന് പറയുന്നത് 100-ൽ 60% ഡിവിഡൻ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ ബാക്കി 40 എന്തുണ്ടാവുക? റിട്ടൻഷൻ റേഷ്യോ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത് 60% ആണെങ്കിൽ പ്രോഫിറ്റ് 1,63,000-ൻ്റെ 60% എന്ന് പറയുന്നത് 97,980 രൂപ കമ്പനി ഡിവിഡൻഡ് ഇൻകമായിട്ട് പ്രഖ്യാപിക്കുന്നു. അങ്ങനെയാണെങ്കിൽ റിസർവ് എത്രയായിരിക്കും? ബാക്കി 1,63,300-ൽ നിന്ന് ആ ഡിവിഡൻഡ് എമൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 65,320. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ആ പ്രോഫിറ്റിനെ 40% ആയിട്ട് നോക്കിയാലും 65,320 വരും. പക്ഷെ നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? ഡിവിഡൻഡ് മാത്രമാണ്, ഡിവിഡൻഡ് ഇൻകം ആണ്. ഡിവിഡൻഡ് ഇൻകം എത്രയാണ്? 1,63,300-ൻ്റെ 60% എന്ന് പറയുന്നത് 97,980 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കമ്പനിക്ക് 10,000 ഷെയർസ് ഉണ്ട്. 10,000 ഷെയർസ് ഈ കമ്പനിക്ക് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിവിഡൻഡ് പെർ ഷെയർ എങ്ങനെയായിരിക്കും കാണുക? ഡിവിഡൻഡ് പെർ ഷെയർ എന്ന് പറയുന്നത് ഡിവിഡൻഡ് ഇൻകം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. ഇവിടെ ഡിവിഡൻഡ് ഇൻകം എന്ന് പറയുന്നത് 97,980 ഡിവൈഡഡ് ബൈ 10,000 നമ്മൾ നോക്കുകയാണെങ്കിൽ 9.789 നമ്മൾ റൗണ്ട് ചെയ്തിട്ട് 9.8 ആയിട്ട് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ, തൊട്ട് മുകളിൽ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ആയിട്ട് ഈ കമ്പനിയുടെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് 200 രൂപയാണെന്ന് വെക്കുക. 200 രൂപ. അങ്ങനെയാണെങ്കിൽ ഡിവിഡൻഡ് yield എന്ന് പറയുന്നത് ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100. നോക്കൂ, 9.8 ആണ് നമ്മളുടെ ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ 200 ആണ് ആക്ച്വലി എന്ത് നമ്മളുടെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100 നമ്മൾ നോക്കിയാൽ 4.9% നമുക്ക് ഈ ഒരു എക്സാമ്പിളിൽ ഡിവിഡൻഡ് yield ആയിട്ട് കിട്ടും. ഈ 4.9 എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഡിവിഡൻഡ് yield ഓഫ് 4.9 മീൻസ് ദ ഇൻവെസ്റ്റർ ഏൺ 4.9 ആനുവൽ റിട്ടേൺ ഫ്രം ഡിവിഡൻഡ് ബേസ്ഡ് ഓൺ ദ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർ. അതായത് ഈ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് 200-നെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇൻവെസ്റ്റർക്ക് ആനുവലി 4.9% ആനുവൽ ഡിവിഡൻഡ് കിട്ടുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നെക്സ്റ്റ് സ്ലൈഡിൽ കമ്പനി എയുടെ ഡിവിഡൻഡ് yield എന്ന് പറയുന്നത് 10% ആണ്. കമ്പനി ബിയുടെ ഡിവിഡൻഡ് yield എന്ന് പറയുന്നത് 8% ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ, രണ്ട് കമ്പനിയിലും ഞാൻ 1,00,000 രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് കമ്പനി എ എന്ന് പറയുന്നത് ഡിവിഡൻഡ് yield എന്ന് പറഞ്ഞാൽ 10% ആണ്. അതായത് ആ കമ്പനിയുടെ ഡിവിഡൻഡ് ഇൻകം കമ്പനിയുടെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 10% അവർ ഡിവിഡൻഡ് yield ആയിട്ട് കൊടുക്കുന്നത്. കമ്പനി ബി എന്ന് പറയുന്നത് 8% ആണ്. ഞാൻ രണ്ട് കമ്പനിയിലും 1,00,000 രൂപ വെച്ചിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ കമ്പനി എയിൽ എനിക്ക് കിട്ടുന്ന ഡിവിഡൻഡ് എത്രയായിരിക്കും? 10,000 രൂപയായിരിക്കും. അതായത്
1,00,000-ൻ്റെ 10% എന്ന് പറയുന്നത് 10,000 രൂപയാണ്. കമ്പനി ബിയിൽ എനിക്ക് കിട്ടുന്നത് 8,000 രൂപയായിരിക്കും. അതായത് 1,00,000-ൻ്റെ 8% എന്ന് പറഞ്ഞാൽ 8,000 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഫോർ ദ സെയിം 1,00,000 ഇൻവെസ്റ്റ്മെൻറ്റ്, രണ്ടിലും ഞാൻ 1,00,000 ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ചെയ്തിട്ടുള്ളത്. കമ്പനി എ എനിക്ക് 2,000 രൂപ മോർ ഡിവിഡൻഡ് ഇൻകം എനിക്ക് തരുന്നുണ്ട്. ഓക്കെ, എവറി ഇയറിൽ 2,000 രൂപ മോർ ഡിവിഡൻഡ് ഇൻകം തരുന്നുണ്ട്. സോ എ ഓഫർ എ ബെറ്റർ റിട്ടേൺ, അതായത് ഹയർ yield ഓൺ യുവർ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പം നമ്മൾ എപ്പോഴും എന്താ നോക്കേണ്ടത്, ഡിവിഡൻഡ് yield നമ്മൾ നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഡിവിഡൻഡ് yield തരുന്ന സ്റ്റോക്കുകൾ നമുക്കെന്താണ്, ഒരു ഡിവിഡൻഡ് ഇൻകം പ്രതീക്ഷിച്ച് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റിയ, അതായത് ഹയർ ഡിവിഡൻഡ് ഇൻകം തരുന്നുണ്ടെന്ന് വെച്ചിട്ട് ആ കമ്പനി സൂപ്പർ കമ്പനി ആവണമെന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് പല കമ്പനീസും എന്താണ്, നെഗറ്റീവ് റിട്ടേൺസ് കിട്ടിയിട്ട് പോലും ഹയർ ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്ന കമ്പനീസും ഉണ്ട്. ഓക്കെ, അപ്പം ഡിവിഡൻഡ് yield എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക, ഡിവിഡൻഡ് ഇൻകത്തിനെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഡിവിഡൻഡ് പെർസെൻറ്റേജ് ആണ് ഡിവിഡൻഡ് yield എന്ന് പറയുന്നത്. നമുക്കെന്താണ് ഇത് വെച്ച് കമ്പയർ എങ്ങനെയാണ് ചെയ്യുക, ഓരോ കമ്പനീസിൻ്റെ ആ ഒരു ഡിവിഡൻഡ് ഇൻകം നമുക്ക് എത്രത്തോളം കിട്ടുന്നു എന്ന് നമുക്ക് ഈ ഒരു റേഷ്യോ വെച്ചിട്ട് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾ എഗെയിൻ എന്താണ്, ഇൻഫോസിസിൻ്റെ സ്ക്രീനർ ഡാഷ്ബോർഡിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കൂ, നമ്മൾ ഇൻബുൾട്ടായിട്ട് തന്നെ ഡിവിഡൻഡ് yield കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇൻഫോസിസിൻ്റെ ഡിവിഡൻഡ് yield എന്ന് പറയുന്നത് എത്രയാണ്, 2.83 ആണ്. 2.83 ആണ്. അതായത് എന്താണ്, ഈ 2.83 എന്താണ് ഉദ്ദേശിക്കുന്നത്, ഡിവിഡൻഡ് ഇൻകം നമ്മൾ കറൻറ്റ് മാർക്കറ്റ് പ്രൈസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടിയ ഒരു പെർസെൻറ്റേജ് ആണിത്. ആനുവലി 2.83 ആണ് ഇതിൻ്റെ ഡിവിഡൻഡ് yield എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ 1 lakh ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആനുവലി 2.83%, അതായത് നിങ്ങളൊന്ന് ഇൻറ്റു ചെയ്ത് നോക്കൂ, 1 lakh ഇൻറ്റു 2.83, അതായിരിക്കും നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്, നിങ്ങൾക്ക് ആ ഒരു ആനുവലി കിട്ടുന്ന ഒരു റിട്ടേൺ എന്ന് പറയുന്നത്. നമ്മൾ എന്താണ് പിയേഴ്സായിട്ട് നമ്മൾ നോക്കുമ്പോൾ TCSൻ്റെ ഡിവിഡൻഡ് yield എത്രയാണ്, 1.19 ആണ്. അതുപോലെ തന്നെ നമ്മളെന്താണ് HCL ടെക് നമ്മൾ നോക്കൂ, ഡിവിഡൻഡ് yield കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. അതായത് നമ്മളിപ്പോൾ നോക്കിയ സ്റ്റോക്കായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് 3.47 ആണ്. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ വിപ്രോയുടെ ഡിവിഡൻഡ് yield നമ്മൾ നോക്കുകയാണെങ്കിൽ 2.48 ആണ്. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ ടെക് മഹീന്ദ്ര നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, 3.23. ഇനി എന്താണ്, അപ്പോൾ നമുക്ക് ഡിവിഡൻഡ് ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ സ്റ്റോക്സ് സെലക്ട് ചെയ്തെങ്കിൽ ഹയർ ഡിവിഡൻഡ് yield ഉള്ള സ്റ്റോക്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചില സ്ഥലത്ത് ഡിവിഡൻഡ് yield 0 തരും. അതായത് നമ്മളുടെ ഡിമാർട്ടിൽ നോക്കൂ, ഇവിടെ ഡിവിഡൻഡ് yield 0 ആണ്. അതായത് എന്താണ്, കമ്പനി ഡിവിഡൻഡ് കൊടുക്കുന്നില്ല. ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഡിവിഡൻഡ് പെർസെൻറ്റേജ് എന്തെങ്കിലും ഉണ്ടാവുക. അപ്പോൾ ഈ ചില കമ്പനീസ് എന്താണ്, ഡിവിഡൻഡ് കൊടുക്കുന്നില്ല അവർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെ ഡിവിഡൻഡ് yield 0 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഡിവിഡൻഡ് yield 0% ആണ് കാണുന്നതെങ്കിൽ ആ കമ്പനി ഡിവിഡൻഡ് കൊടുക്കാത്ത കമ്പനികളായിരിക്കും. അപ്പോൾ എന്താണ്, ഡിവിഡൻഡ് yield 0 ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ ഡിവിഡൻഡ് ഇൻകം ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ സ്റ്റോക്ക് സെലക്ട് ചെയ്തിട്ട് കാര്യമില്ല. കാരണം അതിൻ്റെ ഡിവിഡൻഡ് yield 0 ആണ്. അപ്പം നിങ്ങൾ ഡിവിഡൻഡ് ഇൻകം ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ ഡിവിഡൻഡ് yield തരുന്ന കമ്പനീസിൽ നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഡിവിഡൻഡ് yieldൽ പറയാനുള്ളത്. ഗോട്ട് ഇറ്റ്? അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മളുടെ സെഷൻ്റെ കൺക്ലൂഷൻ പാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ഇപ്പോൾ കവർ ചെയ്തു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എന്താണ്, വാല്യുവേഷൻ റേഷ്യോയും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ്, ഏതൊക്കെയാണ്, പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ, പ്രൈസ് ടു ബുക്ക് വാല്യൂ റേഷ്യോ, പ്രൈസ് ടു സെയിൽസ് റേഷ്യോ, പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഡിവിഡൻഡ് yieldും നമ്മൾ നോക്കി. ഓക്കെ, അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് 1, 2, 3, 4 ഈ 4 എണ്ണത്തിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ മെയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മെയിൽ ചെയ്യുക. നമ്മൾ കഴിയുന്നത്ര നമ്മളെന്താണ് അത് സോൾവ് ചെയ്തു തരാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ പറയാനില്ല. നമ്മളുടെ വീഡിയോയിലെ ലെങ്ത്ത് എന്ന് പറയുന്നത് നല്ല രീതിയിൽ കൂടുതലാണ്. അപ്പോൾ ഇതുവരെ കണ്ടിരുന്നവരാണെങ്കിൽ ഒന്നേ പറയാനുള്ളൂ, താങ്ക് യു.